എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്ന്. ദൈവം വചനത്തിലൂടെ ഉറപ്പു തരുന്നു, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്ന നാളുകൾ തൊട്ടു മുമ്പിൽ വരാൻ പോകും. വേദപുസ്തകം കുടുംബങ്ങളെ കുറിച്ച് വരച്ചിരിക്കുന്ന ചിത്രമുണ്ട്. ഞാൻ ഈ വചനം എടുക്കുമ്പോൾ ഒരു ദൈവശബ്ദം കേൾക്കുന്നു. ഡിസോർഡർ ആയി കിടക്കുന്ന ചില ഫാമിലിയെ ദൈവം വേദപുസ്തകം പറയുന്ന ആ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഞാനൊരു വാക്യം വായിച്ചിട്ട് ആ വചനത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. 128 സങ്കീർത്തനത്തിന്റെ 3 വാക്യം, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ചില പേരൻസ്, ഞാൻ ധാരാളം കുഞ്ഞുങ്ങളുമായി അടുത്തിടപെടുന്നവരാണ്. തലമുറകളെ ഏറ്റവും കൂടുതൽ പലതിനും അഡിക്റ്റാക്കി വെച്ചിരിക്കുന്ന ചില പൈശാചികത്വങ്ങൾ ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരിക, നിന്റെ സന്തതിയുടെ മുകളിൽ നിന്ന് ആ നുകങ്ങൾ പൊട്ടാൻ പോവാ. നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുന്ന നാളുകൾ മുൻപിലുണ്ട്. വളരെ ഭാരത്തോടെ തലമുറയുടെ ഉന്നത വിജയത്തിനും ശുഭകരമായ ഭാവിക്കും കരയുന്ന ചിലരെ ഞാൻ പ്രാർത്ഥനയിൽ ആത്മക്കണ്ണുകളിലൂടെ കാണുകയാണ്. യെശയ്യാവിൽ പ്രവചനമുണ്ട്, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നിന്റെ സന്തതി കെട്ടിപ്പൊക്കിക്കൊണ്ടുവരും. സന്തതികളെ കുറിച്ച് ധാരാളം വാഗ്ദത്തങ്ങൾ നിലനിൽക്കെ നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്ന് വേദപുസ്തകം നമുക്ക് ഉറപ്പു തരുമ്പോൾ, സന്തതിയുടെ മേൽ ആധിപത്യം വെച്ചു പുലർത്തി അവരെ ദൈവകൃപയിൽ നിന്ന് വലിച്ചകറ്റിക്കൊണ്ടുപോകുന്ന ദുഷ്ടശക്തിയുടെ വ്യാപാരങ്ങളെ എന്ന് ഈ വചനം പറയുമ്പോൾ തന്നെ തിരുവചനം എന്ന വാളുകൊണ്ട് ദൈവം വെട്ടിമാറ്റി നിന്റെ സന്തതികളെ സ്വതന്ത്രരാക്കി തരട്ടെ. ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുക, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. നിന്റെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചുപടരുന്ന തൈ പോലെയും നിന്റെ പുത്രിമാർ അരമന മാതിരിയായി കൊത്തിയെടുത്ത മൂലത്തൂണ് പോലെയും ഇരിക്കും. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് സന്തോഷിക്കാനുള്ള വക ദൈവം തരട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സന്തതികളുടെ വിടുതൽ കുതിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അദൃശ്യകരം അവരെ നീട്ടണം, അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിശ്ചയമായും നിന്റെ സന്തതികളെ ദൈവം മാനിക്കും. ഗോഡ് ബ്ലസ് യു.